വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ ആലപ്പുഴയിലെത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിലെ ഉൾഗ്രാമങ്ങളൊക്കെ നമ്മൾ കായലിൽ കൂടെ കണ്ട് പോകാൻ വേണ്ടി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഇത് സ്ഥലം എവിടെയാണെന്ന്. അപ്പോൾ എൻ്റെ ഇടതുവശത്ത് ആ കാണുന്നത് നിരത്തിയിട്ടിരിക്കുന്നതൊക്കെ ശിക്കാര വള്ളങ്ങളാണ്. അതുപോലെ ഈ നമ്മൾ നേരെ കാണുന്നത് അത് എന്ന് പറയുന്നത് വേഗ 2 ആണ്. അത് മേളിൽ അങ്ങനെ 600 രൂപയും താഴെ 400 രൂപയൊക്കെയാണ് ടിക്കറ്റ്. ഓൺലൈൻ ബുക്കിംഗ് ഒക്കെയാണ്. ഈ പോകുന്നതുണ്ടോ, ഇതാണ് ശിക്കാര വള്ളം. അപ്പോൾ ഈ ഒരു ശിക്കാര വള്ളത്തിലാണ്, ഇതിലല്ല, ഇതുപോലത്തെ ഒരു ശിക്കാര വള്ളത്തിലാണ് ഇന്നെൻ്റെ യാത്ര. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് കാണാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്യാം. ഇത് ഇവിടുത്തെ സർക്കാരിൻ്റെ ബോട്ടാണ്. ഇവിടുന്ന് നമ്മൾ ആൾക്കാരെയും കൊണ്ട് അങ്ങ് ഓരോ സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ കൈനകരി അതുപോലെ കുട്ടനാട്ടിലേക്കും ചങ്ങനാശ്ശേരിയിലൊക്കെ പോകുന്ന ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഞാൻ പോകുന്ന ശിക്കാര വള്ളം. അപ്പോൾ നമ്മുടെ അതിൻ്റെ അടുത്തുകൂടെ ഒരു ചേട്ടൻ സ്വന്തം വള്ളത്തിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഉള്ളോട്ട് താമസിക്കുന്നവർക്ക് എല്ലാ വീട്ടിലും ഇതേപോലെയൊക്കെ വള്ളങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ട് അവർ പോകുന്നതാണ്. അപ്പോൾ നമ്മളെ ഇന്ന് കായലിൻ്റെ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോയി ചേട്ടനാണ്. ഏകദേശം 5 മണിക്കൂറുള്ള ഒരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ശിക്കാര വള്ളത്തിന് 700-800 രൂപയൊക്കെയാണ് മണിക്കൂറിന് വരുന്നത്. പക്ഷേ ഇത് എൻ്റെ കൂടെ വരുന്ന ആൾക്ക് പരിചയമുള്ള ഇതായതുകൊണ്ട് തന്നെ നമുക്ക് മണിക്കൂറിന് 500 രൂപ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 500 രൂപ മണിക്കൂറിന് കൊടുത്തിട്ട് നമ്മൾ 5 മണിക്കൂറേക്കുള്ള ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ കൈ കാണിച്ചുണ്ട്, അതാണ് ഡയറക്ടറാണ്, എൻ്റെ പുതിയ വർക്കിൻ്റെയൊക്കെ ഡയറക്ടറാണ്. അപ്പോൾ ഡയറക്ടറും വൈഫും പിള്ളേരും അമ്മയൊക്കെയാണ്. അപ്പോൾ അവർ നിലമ്പൂരാണ് സ്ഥലം. അപ്പോൾ ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് എന്നെ ഇവിടെ വന്നപ്പം വിളിച്ചതാണ്. അപ്പം ഞാനും കൂടെ ഇങ്ങ് പോരുന്നു. ഇന്ന് അവരുടെ കൂടെയാണ് നമ്മൾ നമ്മുടെ കുട്ടനാട്ടിലേക്ക് കാഴ്ചകൾ നമ്മുടെ കായലിലൂടെ സഞ്ചരിച്ച് കാണാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ ശിക്കാര വള്ളത്തിൽ. ഏകദേശം നമുക്കൊരു 10-15 പേർക്കൊക്കെ അതിനകത്ത് ഇരിക്കാം. ഇപ്പോൾ 2 പേര് പോയാലും 10 പേര് പോയാലും എല്ലാം റേറ്റിന് മാറ്റമൊന്നുമില്ല, എല്ലാം സെയിമാണ്. എന്തായാലും നമ്മൾ യാത്ര ഇവിടുന്ന് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളങ്ങനെ യാത്ര ആദ്യം നമ്മൾ അവിടുന്ന് ബോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശിക്കാര വള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് യാത്ര തുടങ്ങുന്നത്. നമ്മളങ്ങനെ ഫിനിഷിംഗ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വേമ്പനാട്ട് കായൽ, പാടങ്ങൾ, ഈഗിൾ പോയിൻ്റ്, കൈനകരി ടെർമിനൽ, അതൊക്കെ ടെർമിനലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ മലയാള സിനിമയുടെയൊക്കെ ഒത്തിരി തമിഴ് സിനിമയുടെ എല്ലാം ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതുപോലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ചെറിയ ഒരു കനാലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അടുത്തുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ചെറിയ കനാൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് ദൂരം ഇനി പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കൊച്ചു പിള്ളേരൊക്കെ അതിനകത്ത് കുളിച്ച് എല്ലാം നീന്തി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നീന്തലൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ ഇവിടെ തന്നെ ഓരോരുത്തരുടെ ആ വീടിൻ്റെ മുന്നിൽ തന്നെ ഓരോരുത്തർക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ പിന്നെ തുണി അലക്കുന്നു, മീൻ വെട്ടുന്നു, കുളിക്കുന്നു എല്ലാം അവിടെ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇത് കയാങ്ങിൻ്റെ ഇത് നമ്മളവിടെ കണ്ടു. അവിടെ ആ ഒരു ഏരിയയാണ്. നമ്മളതെല്ലാം കണ്ടിട്ട് നേരെ നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഇത് കണ്ടോ, നമ്മുടെ ഫില്ലറിൽ ചെയ്തിട്ടുള്ള വീടാണ്. ഫില്ലറിൽ മുകളിലാണ് വീട് പണിതിരിക്കുന്നത്. കാരണം വെള്ളത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചേറെ വീടുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം താഴെ തന്നെ സാധാ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ കൈനകരി ടെർമിനൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണിത്. അവിടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയുണ്ട്, തമിഴ് സിനിമയുണ്ട്, അതുപോലെ ഹിന്ദി സിനിമ എല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദി സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ധൂം ഫസ്റ്റിൽ അത് കണ്ടവർക്കത് ഓർമ്മ കാണും. അതിനകത്ത് ഈ വെള്ളത്തിലെ 2 സ്പീഡ് ബോട്ടുകൾ തമ്മിലുള്ള ഒരു ആക്ഷൻ രംഗങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തമിഴ് സിനിമ, പിന്നെ മലയാള സിനിമകളാണെങ്കിൽ നമ്മുടെ പഴയ സ്ഫടികം, അതുപോലെ സൗണ്ട് തോമ,
അങ്ങനെ മാർപ്പാപ്പ, കുട്ടനാടൻ മാർപ്പാപ്പ, പിന്നെ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും, അങ്ങനെ കുഞ്ചാക്കോൻ്റെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തമിഴ് സിനിമകളുടെ ഒത്തിരി പാട്ടുകൾ, ഹിറ്റായിട്ടുള്ള ഒത്തിരി പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ സ്പീഡ് ബോട്ടിൽ വേറൊരു ചേട്ടൻ വന്നിട്ട് നമ്മളിത് ഇങ്ങനെ വരുന്നവരെയൊക്കെ, ഇപ്പോൾ ഹൗസ് ബോട്ടിലോ അല്ല ഈ ഷിക്കാറിലൊക്കെ വരുന്നവർ, ഷിക്കാര ബോട്ടിലൊക്കെ വരുന്നവരെ അടുത്തിങ്ങനെ വരും, വന്നിട്ട് നമ്മളോട് ചോദിക്കും കൊണ്ടുപോകണം, 10 മിനിറ്റിന് 300 രൂപയാണ് ഒരാൾക്ക്. പക്ഷേ നമ്മൾ പോയില്ല. നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഹൗസ് ബോട്ട് കാണാം. നല്ല അടിപൊളി പുതിയൊരു പഴയ ഹൗസ് ബോട്ടാണ് പുതിയതായിട്ട് വീണ്ടും ഇത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന അതിനകത്ത് ആൾക്കാരെയൊക്കെ കണ്ടു, പിള്ളേരും അപ്പനും അമ്മയും മക്കളും കൂടിയാണ് അതിനകത്ത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്വന്തം ഹൗസ് ബോട്ടാണ് ആ വീട്. എനിക്കൊന്ന് അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു ആ വീടും കാര്യങ്ങളൊക്കെ. കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാടിൻ്റെ ഗ്രാമീണ ജീവിതം കാണാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. കുട്ടനാടിൻ്റെ കായൽ കാഴ്ചകളും പാടശേഖരങ്ങളും നേരിട്ട് കാണുക, ഈ ഒരു യാത്രയിലൂടെ കുട്ടനാടിൻ്റെ വൈബ് അറിയാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ ചിലവിൽ കുട്ടനാട്ടിൻ്റെ കായൽ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ നമ്മളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഷിക്കാര ബോട്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ ആ കാണുന്ന പാലം ഉണ്ടല്ലോ, അത് നമ്മൾ പല സിനിമയിലും ഉണ്ട്. ആ പാലം നമ്മുടെ സൗണ്ട് തോമയിലൊക്കെ ഉണ്ട് ആ പാലം. അപ്പോൾ ആ ഒരു നമ്മുടെ ഷൂട്ടിങ്ങിന് പറ്റിയ നല്ല കാഴ്ചകളും കാര്യങ്ങളും തരുന്ന നല്ല സ്ഥലങ്ങൾ തന്നെയാണ് നമുക്ക് ഏതായാലും ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഷിക്കാര വള്ളമാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മണിക്കൂറിന് ഇപ്പോൾ 2 മണിക്കൂർ യാത്രയാണോ അല്ല 1 മണിക്കൂർ യാത്രയാണെങ്കിലോ അങ്ങനെ 5 മണിക്കൂർ യാത്രയാണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ച്, അതുപോലെ നമ്മുടെ സമയം അനുസരിച്ച്, നമ്മുടെ കയ്യിലെ പൈസ അനുസരിച്ചൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഇത് തന്നെയാണ് വള്ളമാണ് നമ്മുടെ ഈ ഷിക്കാര വള്ളം. അപ്പോൾ ഇതിനകത്താകുമ്പം നമുക്ക് പോയാലുള്ളൊരു ഇതെന്ന് പറയുമ്പം എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്താം, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അതുപോലെ ഇപ്പം പതുക്കെ പോകാൻ പറഞ്ഞാൽ പതുക്കെ പോകും, സ്പീഡിൽ പോകാൻ പറഞ്ഞാൽ ഇച്ചിരി സ്പീഡിൽ പോകും. എവിടെയെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കണോ കാണണമെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി ഭക്ഷണം കഴിക്കണോ കാര്യങ്ങളോ എല്ലാത്തിനും നമുക്ക് ഈ പറയുന്ന ഷിക്കാര വള്ളത്തിൽ പോയാൽ നമുക്ക് പറ്റും. കാരണം നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള നമുക്ക് ഇച്ചിരി സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റിയ ഒരു ഇത് തന്നെയാണ് ഷിക്കാര വള്ളം. നമ്മുടെ പൈസ അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ഉൾനാടൻ ഗ്രാമങ്ങളിലെ കാഴ്ചകളൊക്കെ ഈ കായലിലൂടെ സഞ്ചരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് നല്ല കാശും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ട് എടുക്കാം. ഹൗസ് ബോട്ട് 6000 രൂപയ്ക്ക് മുകളിലോട്ട് ഹൗസ് ബോട്ടുകളുണ്ട്. അതിനകത്ത് സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് പൈസ കൂടും. അപ്പോൾ അങ്ങനെ വരാം. അതല്ല നമ്മുടെ പൈസ വളരെ കുറവാണെങ്കിൽ നമുക്കിതെല്ലാം കണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സർക്കാരിൻ്റെ ബോട്ടുകളുണ്ട്. സർക്കാരിൻ്റെ ചെറിയ മറ്റേ പാസഞ്ചർ ബോട്ടുണ്ട്. ആ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് 23 രൂപ റേഞ്ചിൽ, അല്ലെങ്കിൽ 30 രൂപ 40 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടുന്ന് കൈനേരി പോവുകയോ അല്ലെങ്കിൽ കുട്ടനാട്ടിൽ പോവുകയോ എടത്തുവ പോവുക അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി, കോട്ടയം, അങ്ങനെ പല സ്ഥലത്തേക്ക് എങ്ങോട്ട് നമുക്ക് പോകണോ അവിടെ എല്ലാം നമുക്ക് പോകാം. അപ്പോൾ എങ്ങോട്ട് നമ്മൾ പോയാൽ ഈ പറയുന്ന ഏത് സ്ഥലത്തോട്ട് നമുക്ക് പോയാൽ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഒരടിപൊളി കാഴ്ച താണ്ട് എല്ലാവരും നല്ല കറക്റ്റ് ലൈനിലൊക്കെ പറന്നൊക്കെ പോകുന്നുണ്ട്. അത് നല്ലൊരു മനോഹരമായൊരു പെട്ടെന്നുള്ളൊരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ യാത്രകളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഇതുവഴി പോകണം. കാരണം കുറച്ച് ശുദ്ധവായു, എനിക്ക് തോന്നുന്നു ഈ 5 മണിക്കൂറിൽ ഈ 5 മണിക്കൂർ നമ്മൾ നല്ല ശുദ്ധവായുവാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ സിറ്റിയിലൊക്കെ ടൗണിലും കാര്യങ്ങളൊക്കെ താമസിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊടിയും പുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. കാരണം അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ അവിടെ ഉള്ള രോഗത്തിൻ്റെ ഒരു 4/1 പോലും ഇവിടെ ആർക്കും ഉണ്ടാകുമെന്ന് തോന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. അവിടെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാ ഹൗസ് ബോട്ടുകളാണ്. കാരണം എനിക്ക് ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ടാണ് പുറകെ എല്ലാം വരുന്നുണ്ട് ഹൗസ് ബോട്ട്. ഒരുപാട് ആഡംബര സെറ്റപ്പോട് കൂടിയ ഹൗസ് ബോട്ടുകൾ ഈ കായലിലൂടെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. നല്ല ചില്ലിങ് AC-യും വൈഫൈ കണക്ഷനും അതിനകത്ത് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയ ആഡംബര ഹൗസ് ബോട്ടുകളും ഒരുപാട് ചെറിയ വള്ളങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. കരയോടും ജലാശയങ്ങളോടൊക്കെ ഇണങ്ങി ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്കെല്ലാം വള്ളമുണ്ട്. അതുപോലെ തന്നെ ചെറിയ ബോട്ടുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവരെയും നമുക്ക് കാണാം. വെള്ളം കയറുന്നതിന് ഫില്ലറുകൾ കൊടുത്ത് വീട് പണിഞ്ഞിരിക്കുന്നതും നമുക്ക് ഇതിനിടയിൽ കാണാൻ കഴിയും. നല്ല കിടിലൻ തെങ്ങിൻ തോപ്പുകളും വാഴത്തോട്ടങ്ങളും കായലിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. കുട്ടനാടിൻ്റെ
കാർഷിക ജീവിതത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നെൽവയലുകളിൽ പണിയെടുത്ത് ഒരു ദിവസം ആരംഭിക്കുന്ന കുട്ടനാടുകാരനെയും മീൻപിടുത്തവും വള്ളം തോയലുമായി കഴിയുന്ന ആളുകളെയും അതുപോലെ തന്നെ താറാവ് കൃഷി ചെയ്യുന്നവരെയും നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ കഴിയും. നമ്മളൊരു കായൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് ആലപ്പുഴയെ എത്തുമ്പോൾ അത് ശിക്കാര വള്ളത്തിലായാലും സർക്കാരിൻ്റെ ബോട്ടിലായാലും ഹൗസ് ബോട്ടിലായാലും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻ്റ്, അതിൽ വട്ടക്കായലുകൾ, വിളക്കുമരങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കൃഷിനിലങ്ങൾ, ചാവറ ഭവനം, പൗരാണിക ക്ഷേത്രങ്ങൾ, പള്ളികൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളപ്പോൾ ചെറിയ ഒരു ഇടുങ്ങിയ ഒരു തോട്ടിലൂടെ ആണ് ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഹൗസ് ബോട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്നും വരാൻ പറ്റത്തില്ല. അവർക്കൊരു പ്രത്യേക റൂട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവർക്ക് പോകാൻ പറ്റത്തില്ല. അവർക്ക് ഇതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന വീട്ടുള്ളതിലൊന്നും വരാൻ പറ്റത്തില്ല. അതിന് നമ്മൾക്ക് ഇങ്ങനെ തന്നെ വരണം. അപ്പോൾ നമ്മൾ ഉച്ച സമയം ഏകദേശം 2 മണി കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നമുക്ക് വരുന്ന വഴിക്കെല്ലാം നമുക്ക് റെസ്റ്റോറൻറ്റുകൾ നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഉണ്ട്, പക്ഷേ അവിടെ ഒന്നും കയറിയില്ല. ഇതൊരു ചെറിയ ഷാപ്പിൻ്റെ സെറ്റപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് മതി എന്ന് പറഞ്ഞ് നേരെ നമ്മളിവിടെ വന്നത്. ഇവിടെ വന്ന് നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഇവർ മീൻ എന്തൊക്കെയാണോ അതിനെയെല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി നമ്മൾ മുന്നിൽ കൊണ്ടുവെക്കും. വരാൽ, അങ്ങനെ കരിമീൻ, കൊഞ്ച്, എല്ലാത്തിൻ്റെയും പേരും അതിൻ്റെ വിലയൊക്കെ പറയും. ആദ്യമേ ഓരോന്നിൻ്റെ വില പറയും. അപ്പോൾ നമ്മൾ ആ വലിയ വരാലിനെ എടുത്തിട്ടുണ്ട്. അതിന് 1200 രൂപയാണ് ആ അങ്ങേയറ്റത്ത് കിടക്കുന്ന വരാൽ. അപ്പോൾ അതിനെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഊണും കപ്പയും പിന്നെ അതുപോലെ ഞണ്ടും ഈ മീൻകറിയും മീൻ ഫ്രൈ എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ട് ഇവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ കാണുന്ന മീനിനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ശരിയാക്കി കൊണ്ടുവരണ 10-20 മിനിറ്റ് എടുക്കും. നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് അവർ പോയി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മളല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി. കഴിച്ച് ലാസ്റ്റ് എത്തിയപ്പോൾ എത്തി നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ട വരാലാണ് ഈ ഇരിക്കുന്നത്. 1200 രൂപയുടെ വരാലാണ് ഈ ഡെക്കറേഷൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ശിക്കാര ബോട്ടിലെ വള്ളത്തിലേക്ക് കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടുന്ന് യാത്ര ജാനകി റെസ്റ്റോറൻറ്റിലെ ഫുഡും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു ഇതല്ല. കാരണം വേറൊന്നുമല്ല, നമ്മുടെ സമയം നമുക്ക് ഒത്തിരി നഷ്ടമാണ്. ഏകദേശം നമുക്ക് 1 മണിക്കൂറോളം അടുത്ത് നമുക്കവിടെ നഷ്ടമായി. അപ്പോൾ അത് കൊണ്ട് തന്നെ അല്ലാത്ത നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തുവാണ് ഫുഡ് മേടിച്ച് നമ്മുടെ വള്ളത്തിൽ ഇരുന്ന് നമ്മൾ ഈ പോകുന്ന വഴി കഴിച്ചിട്ട് പോകുന്നതായിരിക്കും. കഴിച്ചുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നതായിരിക്കും നമുക്ക് എന്തുവാണ് നമ്മുടെ സമയം ലാഭം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ കയറി ഇരുന്നാലും ഫുഡ് കഴിക്കാൻ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയും സമയം പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അത്രയും സമയം പോകുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ 5 മണിക്കൂർ എന്ന് പറഞ്ഞ് യാത്ര തുടങ്ങിയാൽ നമ്മൾ 1 മണിക്കൂർ ഹോട്ടലിൽ കളഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ നമ്മുടെ അത്രയും കാഴ്ചകൾ നഷ്ടമാവുമല്ലേ. അപ്പോൾ നമുക്ക് പോകാനുള്ള ഇനി സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല. അല്ല പിന്നെ വീണ്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ കാശ് സമയം കൂടുമ്പോൾ അതിനനുസരിച്ച് കാശ് നമ്മൾ പിന്നെയും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ മേടിച്ച് നമ്മൾ ഇതിനകത്ത് വെച്ച് ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ കറക്കമെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ വീഡിയോ കണ്ട് നമ്മുടെ ആലപ്പുഴയിൽ വരുന്നവർക്ക് ഈ ഒരു ശിക്കാര വള്ളത്തിൽ പോകാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ ഇത് ഏതായാലും നമുക്ക് നല്ലൊരു കാഴ്ച അനുഭവം തന്നെയാണ് ഈ ഒരു യാത്രയിലൂടെ ലഭിച്ചത്.